PMR ഷോ നിങ്ങളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്, നിങ്ങളൊക്കെ യുവാക്കളാണ്. നിരവധി സമരങ്ങളിൽ നിങ്ങൾ ആർജവത്തോടു കൂടി പങ്കെടുക്കുകയും സമരത്തിനൊടുവിൽ ജയിൽ വരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കോൺഗ്രസിലെ നല്ല യുവാക്കൾ ഒരുപാടുണ്ട്. പക്ഷേ നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് MLA ഇത്തരത്തിലൊരു നരാധമ പരിപാടി ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആദ്യാവസാനം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തി, പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയത് ആരൊക്കെയാണ്? അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് കോൺഗ്രസിന് കൈയൊഴിയാനാകുമോ? ഈ പെർവട്ടിനെ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമ നടപടിയോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ ഇയാൾക്ക് കൊടുക്കണം എന്ന നിലയിലേക്ക് പൊതുസമൂഹം ചിന്തിക്കും വിധത്തിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും വിവരങ്ങളും അത്രയും. ഇത് ഏറ്റവും ഗൗരവ സ്വഭാവത്തെ, ഏറ്റവും ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടം വരെ എത്തിച്ചതും ഈ കാലയളവിലാകെ ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പിന്തുണയും സംരക്ഷണവും ഏർപ്പെടുത്തിയത് കേരളത്തിലെ കോൺഗ്രസും അതിന്റെ നേതൃത്വമാണ്. ആ പാപക്കറ എക്കാലത്തും കോൺഗ്രസിനെ വേട്ടയാടും എന്നുള്ളതിനകത്തൊരു തർക്കവുമുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ സംഭവത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അനുഭാവി മുതൽ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മറ്റു പല നേതാക്കളും വൈകുന്നേരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ പല്ലവിയാണ്. പക്ഷെ ആ പല്ലവി ആവർത്തിക്കുന്നതിനുള്ള എന്ത് ധാർമ്മികതയാണ് ഇവർക്കുള്ളത് എന്ന ചോദ്യം പ്രസക്താണ്. ഇവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് മാറ്റി. അതായത് ഇവർ തന്നെ പറയുന്നുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ചുമക്കാൻ വയ്യ, കോൺഗ്രസിൽ അംഗമായിട്ട് തൽക്കാലം ചുമക്കാൻ വയ്യ എന്നിവർ പറയുമ്പോൾ ഈ വിഴുപ്പിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ചുമന്നുകൊള്ളണം. അപ്പൊ ഞങ്ങൾക്കൊന്നും ചുമക്കാൻ പറ്റാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ കൊള്ളൂല എന്നിവർക്ക് ബോധ്യപ്പെടുമ്പോൾ ഇയാളെ പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ആർക്കുണ്ടെങ്കിൽ ഇവർ ഇദ്ദേഹത്തിന്റെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളും മാത്രമല്ലല്ലോ, ഇതിനും അപ്പുറത്തേക്ക് ഇനിയും പുറത്തേക്ക് വരാൻ ഒരുപാട് ഗൗരവ സ്വഭാവത്തിലുള്ള പരാതികളുണ്ട്. ഇദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുന്നതിനുള്ള കരുത്ത്, രാജി ആവശ്യപ്പെടുന്നതിനുള്ള ആർജവം കേരളത്തിൽ നിന്നുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു കോൺഗ്രസ് നേതാക്കൾക്കുമില്ല എന്നതാണ് വസ്തുത. അതാണല്ലോ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കോ ഒന്ന് നോക്കണേ. അതോടൊപ്പം തന്നെ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, പരാതി വന്നു, ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്നാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരാതി വന്ന ഘട്ടത്തിൽ ഇവർ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? എന്താ അനുഭവം? ഇവർ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പിൽ നിന്നും പുറത്താക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, മാറ്റി നിർത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലാണോ കോൺഗ്രസ് നേതാക്കളുടെ മുൻപിലേക്ക് പരാതി എത്തുന്നത്? ഇദ്ദേഹം MLA ആകുന്നതിന് മുൻപ്, ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആകുന്നതിന് മുൻപ് ഒക്കെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ മുൻപിൽ ഗൗരവ സ്വഭാവത്തിലുള്ള വിവിധ പരാതികൾ എത്തിയിട്ടുണ്ട്. അതിൽ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെയുള്ള ആളുകളുടെ പരാതി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ കോൺഗ്രസ് സഹയാത്രികൻ ഉൾപ്പെടെ പറഞ്ഞു, നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, KPCC പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പരാതി കിട്ടി, അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ DGPക്ക് ഫോർവേഡ് ചെയ്തു എന്നുള്ള നിലയ്ക്ക്. ഈ ഘട്ടത്തിലാണോ കോൺഗ്രസുകാർക്ക് പരാതി കിട്ടുന്നത്? ഈ ഷാഫി പറമ്പിലിന്റെ മുൻപിലേക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷനുകൾ, ആക്ഷേപങ്ങൾ കടന്നു വരുന്നത് ഈ ഘട്ടത്തിലാണോ? അല്ല. അദ്ദേഹം MLA ആയതിനു ശേഷമാണോ? അല്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണോ? അല്ല. അതിനും എത്രയോ മുൻപ് ഷാഫി പറമ്പിലിന്റെ മുൻപിലേക്ക് വിഷയങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനും എത്രയോ മുൻപ് VD സതീശന്റെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്ക് വിഷയങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവർ ഒരു നിലയ്ക്കും നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയോ, ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ ആ പരാതികൾ അതാത് ഘട്ടത്തിൽ നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയോ ഒരിടപെടലും നടത്തിയില്ല. വ്യക്തമായ സംരക്ഷണ കവചമൊരുക്കി സാധ്യമാം വിധം ഒക്കെ പ്രൊട്ടക്ട് ചെയ്തു. ഏറ്റവും ഒടുക്കം വിവരം പുറത്തേക്ക് വന്നപ്പോ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോ ഇവർ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. ഇനി ഇന്നത്തെ പരാതിയുടെ സ്വഭാവം തന്നെയാണല്ലോ ഈ പരാതി. ഇന്ന് ആ പരാതി കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റിനും രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയക്കുന്നതിനോടൊപ്പം അതിന്റെ കോപ്പി പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും കൈമാറി മാധ്യമങ്ങളിലൂടെ ആ പരാതി പുറത്തേക്ക് വന്ന ഘട്ടത്തിലാണല്ലോ ഗത്യന്തരമില്ലാതെ ഞങ്ങളത് DGPക്ക് കൈമാറാൻ വേണ്ടി പോകുന്നു എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതികരിച്ചത്. അതിനു മുൻപ് ഇതൊക്കെ അവരുടെ മുൻപിലുണ്ട്, പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് രംഗത്തേക്ക് വരുന്നത്. അത് മാത്രല്ല അജിംഷാദ്, ഒറ്റ കാര്യം കൂടി
ഒറ്റ കാര്യം കൂടി, ഈ ആർജവം ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതിനോട് കൂടെ അവർ സ്വീകരിക്കേണ്ട നടപടി. ഇന്നിപ്പോ KPCCയുടെ പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന പരാതി ജംഷാദ് പറഞ്ഞു, DGP ഓഫീസിൽ കിട്ടിയിട്ടില്ല. ഇപ്പോ വരെ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു അന്വേഷണം കിട്ടിയിട്ടില്ല. അതെ 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 ഈ കുറ്റകൃത്യത്തിൽ ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന പരാതിക്കകത്ത് പറയപ്പെടുന്ന ഫെനി നൈനാൻ ഇപ്പോഴും അടൂരിൽ മുനിസിപ്പാലിറ്റിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാ. ഇവർ ഈ പരാതി ഫോർവേഡ് ചെയ്തത്, ഈ പറഞ്ഞ ഫോർവേഡ് ചെയ്തതിനകത്തുള്ള ആർജവം, അതിനകത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫെനി നൈനാനെ വോട്ട് ചെയ്യരുതെന്ന് അടൂരുള്ള മനുഷ്യരോട് പറയാനുള്ള ആർജവം കൂടി കാണിക്കേണ്ടവര്. ഇവർക്ക് സത്യസന്ധത എന്തെങ്കിലും തെല്ലോളമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം പരാതിപ്പെട്ട അതിജീവിതയെ അവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും അവരുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ വെട്ടുകളി സംഘത്തോട് അവരെ കയറി ആക്രമിച്ചോ എന്ന് പറയാൻ നേതൃത്വം കൊടുത്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യര് അയാളിപ്പോൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നത്. അയാൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് വേണ്ടേ ഇതിനകത്ത് ഇവരുടെ നിലപാട് സത്യസന്ധാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാത്ത ഇവർ ഈ ഘട്ടത്തിലും സാധ്യമാം വിധമൊക്കെ ഈ ക്രിമിനലിന്, ഈ പ്രിഡേറ്റർക്ക്, ഈ പെർവേർട്ടിന് എല്ലാ സംരക്ഷണവും ഒരുക്കിക്കൊണ്ടിരിക്കുക. അതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന കൈപ്പത്തിക്കകത്ത് ഈ പാവക്കറയുണ്ട്. ആ കറ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും.